ഈ മിറാക്കിൾ എന്നതിൽ ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ടാവാം. എന്നാൽ മറ്റു ചിലർ അങ്ങനെയൊന്നില്ല എന്ന് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ചില സംഭവങ്ങളാണ് ഈ മിറാക്കിൾ എന്താണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ ഒരാൾ രക്ഷപ്പെടുകയും ബാക്കിയുള്ള എല്ലാ യാത്രക്കാരും മരണപ്പെടുകയും ചെയ്ത സംഭവം വലിയൊരു നടുക്കമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ആഘാതത്തിൽ നിന്ന് കരകയറാൻ നമുക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ 2009 ജനുവരിയിൽ ഒരു ആകാശ ദുരന്തത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിറാക്കിൾ സംഭവിക്കുകയാണ്. വലിയൊരു മിറാക്കിൾ. ആകാശത്ത് വെച്ച് തകരുന്ന അല്ലെങ്കിൽ ആകാശത്ത് വെച്ച് പറന്നുകൊണ്ടിരിക്കെ എഞ്ചിനുകൾ തകരാറിലാവുകയും അതിനുശേഷം ഈ വിമാനം നദിയിലേക്ക് പതിക്കുകയുമായിരുന്നു, അല്ലെങ്കിൽ നദിയിലേക്ക് ഇടിച്ചിറക്കുകയുമായിരുന്നു. നദിയിലേക്ക് ഇടിച്ചിറക്കിയ ആ വിമാനത്തിൽ നിന്ന് മുഴുവൻ യാത്രക്കാരെയും ജീവനോടെ രക്ഷിക്കാനാകുന്നു. അതെ, അന്നത്തെ ആ സംഭവത്തിനും പറയാനുണ്ട് ഏറെ കാര്യങ്ങൾ, ഏറെ കഥകൾ. വെൽക്കം ടു അൺടോൾഡ് സ്റ്റോറീസ്. യാത്രക്കാരുമായി പറന്നു പൊങ്ങിയ ഈ ഒരു വിമാനം സാധാരണഗതിയിലെ പോലെ അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ പറന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പതിയെ. പെട്ടെന്നാണ് ദേശാടന കിളികൾ ഈ വിമാനത്തിൽ വന്നിടിക്കുന്നത്. 2 എഞ്ചിനുകളിലും തകരാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. വിമാനം താഴേക്ക് പതിക്കുമെന്നുള്ളൊരവസ്ഥ എത്തുകയും ചെയ്യുന്നു. വിമാനത്തിലുള്ളവരും പൈലറ്റുമൊക്കെ ആകെ ഭീതിയിലാവുകയാണ്. US എയർവേസിൻ്റെ A320 എയർബസിലേക്കാണ് പക്ഷിക്കൂട്ടം വന്നിടിക്കുന്നത്. ന്യൂയോർക്കിലെ ലഗാർഡിയ വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്ന് ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ വിമാനം പക്ഷിക്കൂട്ടത്തെ ഇടിക്കുകയായിരുന്നു. ശേഷം 2 എഞ്ചിനുകളും കത്തി നശിക്കുകയും ചെയ്യുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ റൺവേക്ക് സമീപം ധാരാളം പക്ഷികൾ ഉണ്ടായിരുന്നുവെന്ന് അധികൃതർ പിന്നീട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമായി മാറുന്നത്. വിമാനം പറന്നുയർന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എഞ്ചിനിൽ നിന്നും വലിയ ശബ്ദം കേൾക്കുകയായിരുന്നു. എഞ്ചിൻ്റെ ഭാഗത്ത് തീ പടർന്നു പിടിക്കുകയാണ്. വിമാന ഇന്ധനം കത്തുന്നതിൻ്റെ ഗന്ധവും പടരുകയാണ്. വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും കത്തിയതോടെ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. എന്നാൽ പൈലറ്റിൻ്റെ മനോധൈര്യം, അവിടെയാണ് ആ മിറക്കിൾ സംഭവിക്കുന്നത്. കൺമുന്നിൽ വൻ ദുരന്തം. എന്നാൽ ഒന്നും നോക്കാതെ യാത്രക്കാരോട് ധൈര്യത്തോടെ ഇരിക്കാനാണ് പൈലറ്റ് അപ്പോൾ പറയുന്നത്. പലരും ഭീതി കാരണം വാവിട്ട് കരയാൻ തുടങ്ങിയപ്പോഴും പൈലറ്റ് വിമാനം സുരക്ഷിതമായി ഇറക്കാനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 860 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ വിമാനത്തിനുള്ളിൽ 150 യാത്രക്കാരും 5 ക്രൂ മെമ്പേഴ്സും അടങ്ങിയ 155 മനുഷ്യ ജീവനുകളാണുള്ളത്. താഴെ അനേകായിരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരവും. ഈ താഴേക്ക് ഈ വിമാനം ഇടിച്ചിറക്കിയാൽ ഉണ്ടാകുന്ന നാശനഷ്ടവും ജീവഹാനിയൊക്കെ ആലോചിക്കാൻ കൂടി വയ്യാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഈ വിമാനത്തിനുള്ളിലെ 2 പൈലറ്റുമാരുടെ ധീരത, അർപ്പണബോധം, സമയോചിതമായ തീരുമാനമെടുക്കൽ അതെല്ലാം ചർച്ചയായി മാറുന്നതും. വിമാനം ന്യൂജേഴ്സിയിലെ ടെറ്റർബറോ വിമാനത്താവളത്തിലോ ലഗാർഡിയ വിമാനത്താവളത്തിൽ തന്നെയോ അടിയന്തരമായി ഇറക്കുക എന്ന നിർദ്ദേശമാണ് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് പൈലറ്റുമാർക്ക് ലഭിച്ചത്. എന്നാൽ 2 എഞ്ചിനുകളും പൂർണ്ണമായി പ്രവർത്തനരഹിതമായ വിമാനം റൺവേ വരെ എത്തില്ല എന്ന മറുപടി നൽകിയ പൈലറ്റ് ചെസി സള്ളി സുല്ലർബർഗ് വിമാനം ഹഡ്സൺ നദിയിലേക്ക് ഇറക്കാൻ തീരുമാനമെടുത്തുവെന്ന് അറിയിക്കുകയാണ്. ഈ തീരുമാനം വിമാനത്തിലുണ്ടായിരുന്ന 155 ജീവനുകളാണ് രക്ഷപ്പെടുത്തിയത്. വിമാനം പറന്നുയർന്ന ഏകദേശം 3 മിനിറ്റുകൾ കൊണ്ടാണ് ഈ സംഭവങ്ങൾ അത്രയും നടക്കുന്നത്. ഈ പക്ഷികൾ വന്നിടിക്കുന്നത് ഏകദേശം 30 സെക്കൻഡ് കൊണ്ട് മാത്രമാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അത്രയും വേഗത്തിലായിരുന്നു ഈ പക്ഷികൾ വന്നിടിച്ചത്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോവുകയാണ് ഈ പൈലറ്റുമാർ. ഈ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കണമെന്ന മെയ്ഡേ എന്ന സന്ദേശം, അതായത് അപായ സൂചന അധികൃതർക്ക് നൽകുകയാണ്. അവിടെ നിന്ന് അധികൃതർ ചോദിക്കുകയാണ് ഏത് എഞ്ചിനാണ് തകരാറിലായതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് ബോത്ത് എഞ്ചിൻസ്, അതായത് 2 എഞ്ചിനും തകർന്നിരിക്കുന്നു. 2 എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനം ആ 2 എഞ്ചിനും പ്രവർത്തിക്കാത്തതിനാൽ തന്നെ എത്രയും വേഗം തന്നെ ഭൂമിയിലേക്ക് പതിക്കുമെന്ന ആശങ്ക, അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം നടക്കുമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാവുകയാണ്. 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി 20 സെക്കൻഡുകൾക്ക് ശേഷം പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളിൽ മെയ്ഡേ എന്ന അപായ സൂചന നൽകുകയാണ്. ജീവൻ അപകടത്തിലാകുന്ന തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ നൽകുന്ന അപായ സൂചനാ സന്ദേശമാണിത്. പക്ഷിയിടിച്ച് വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായെന്നും ലഗാർഡിയ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കേണ്ടി വരുമെന്നും എയർ ട്രാഫിക് കൺട്രോളറിനെ ആദ്യം അറിയിക്കുകയായിരുന്നു. ഇതോടെ തൊട്ടടുത്തുള്ള 2 വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്താനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ടെറ്റർബറോ വിമാനത്താവളത്തിൽ ഇറക്കുകയാണെങ്കിൽ റൺവേ 1 ഉപയോഗിക്കാനുള്ള നിർദ്ദേശം എയർ ട്രാഫിക് കൺട്രോൾ നൽകുകയാണ്. എന്നാൽ വിമാനം തൊട്ടടുത്ത വിമാനത്താവളത്തിലെ റൺവേ വരെ എത്തില്ലെന്നും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയില്ലെന്നും പൈലറ്റുമാർ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. വിമാനം ഹഡ്സൺ നദിയിൽ ഇറക്കുകയാണെന്ന് സുല്ലൻബെർഗ് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുകയാണ്.
അതൊരു അത്ഭുതകരമായ രക്ഷപ്പെടലാകുമെന്ന് എയർ ട്രാഫിക് കൺട്രോളിൽ ഉള്ളവർ പോലും കരുതിയിട്ടുണ്ടാവില്ല. അപകടത്തിൽപ്പെടാൻ പോകുന്ന വിമാനത്തിൽ നിന്ന് അവസാന സന്ദേശമാകും അതെന്നാണ് അവർ കരുതിയിരുന്നത്. തനിക്ക് കടുത്ത ദുഃഖമുണ്ടെന്ന് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന പാട്രിക് എന്നൊരു ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തിരുന്നെന്ന് പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മനോധൈര്യം കൈവിടാനായി ഈ പൈലറ്റുമാർ തയ്യാറാകുന്നില്ലായിരുന്നു. കാരണം ഈ ഒരു വിമാനം എങ്ങനെയും സുരക്ഷിതമായി താഴെ ഇറക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. 155 മനുഷ്യജീവനുകൾ അത്ര ചെറുതായിരുന്നില്ല അവർക്ക്. അധികൃതർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ കമാൻഡ് നൽകുന്ന അധികൃതർ പറയുന്നത് പോലെ റൺവേയിലേക്ക് ഈ വിമാനം തിരിച്ചിറക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയായിരുന്നു. അങ്ങനെയാണ് പൈലറ്റുമാർ ധീരമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഒരുങ്ങുന്നത്. അങ്ങനെ വിമാനത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി തങ്ങൾ ഈ വിമാനം ഹഡ്സൺ നദിയിൽ ക്രാഷ് ലാൻഡ് ചെയ്യിക്കാൻ പോവുകയാണെന്ന് പൈലറ്റ് അറിയിക്കുകയാണ്. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. വെള്ളത്തിൽ ഇടിച്ചിറക്കിയാലും അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഈ നദിക്ക് കുറുകെ വലിയൊരു പാലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു ക്രാഷ് ലാൻഡ് ചെയ്താൽ വിമാനം ഈ പാലത്തിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ ചിറകുകൾ തകർന്ന് വിമാനം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയോ കൂടുതലായിരുന്നു. ഈ നദിക്ക് കുറുകെ ഉണ്ടാകുന്ന ഈ വലിയ പാലം, ജോർജ് വാഷിങ്ടൺ പാലം എന്ന ഈ പാലത്തിലൂടെ നിരവധി വാഹനങ്ങളാണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ പാലത്തിൽ ഇടിക്കാതെ നദിയിലേക്ക് എങ്ങനെ വിമാനം ഇറക്കും എന്നുള്ള ചോദ്യവും അവിടെ വരികയാണ്. പക്ഷേ പൈലറ്റുമാരുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാലത്തിൽ നിന്ന് വിട്ടുമാറി സുരക്ഷിതമായി നദിയിലേക്ക് ഈ വിമാനം ഇടിച്ചിറക്കേണ്ടതിൻ്റെ ചിന്താഗതിയും ആവശ്യകതയും അവിടെ ഉയരുകയാണ്. ഏകദേശം 270 മീറ്റർ മാത്രം ഉയരത്തിൽ പാലത്തിന് മുകളിലൂടെ പറന്നു പോകുന്ന ഭീമാകാരമായ ഈ വിമാനത്തെ അത്ഭുതത്തോടു കൂടിയാണ് ജനങ്ങൾ നോക്കുന്നത്. ഭീതിയോടുകൂടിയാണ് വിമാനത്തിനുള്ളിലിരുന്ന് ഈ കാഴ്ചകളെല്ലാം യാത്രക്കാരും കാണുന്നത്. വിമാനത്തിനുള്ളിൽ എല്ലാവർക്കും അപകടത്തിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. വിമാനം നദിയിൽ ക്രാഷ് ലാൻഡ് ചെയ്യിക്കാൻ ഒരുങ്ങുകയാണെന്നും അറിയിച്ചു. മരണം മുന്നിൽ കണ്ട ഓരോരുത്തരും ഭീതിയോടെ കരഞ്ഞും നിലവിളിച്ചും വിമാനത്തിനുള്ളിൽ ഇരിക്കുകയാണ്. വിമാനം തകരുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ക്രാഷ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായി യാത്രക്കാർക്ക് ബ്രേസ് ഓഫ് ഇമ്പാക്റ്റ് എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ക്രാഷ് ലാൻഡ് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെ അതിനുള്ളിൽ ഇരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളിൽ സ്പർശിക്കാം എന്നൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ സന്ദേശം. ഇതുകൂടി ലഭിച്ചതോടെ യാത്രക്കാർ കൂടുതൽ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. സമയം 3:31. ഹഡ്സൺ നദിയിലേക്ക് ഈ വിമാനം പറന്നിറങ്ങുകയാണ്. എങ്ങനെയാണോ റൺവേയിലേക്ക് ഒരു വിമാനം പറന്നിറങ്ങുന്നത്, അതുപോലെ തന്നെയായിരുന്നു ഹഡ്സൺ നദിയിലേക്ക് ഈ വിമാനവും പറന്നിറങ്ങിയത്. ചിറക് അല്പമെങ്കിലും ഒന്ന് ചരിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകിൽ ആ ചിറകുകൾ ഭേദിച്ചു പോകാൻ, അതായത് തകർന്നു പോകാനോ വിമാനം പൊട്ടിത്തെറിക്കാനോ ഉള്ള സാധ്യതയും കൂടുതലായിരുന്നു. വിമാനം നദിയിൽ പതിക്കുമ്പോൾ തന്നെ രക്ഷാപ്രവർത്തനമുള്ള സന്നാഹങ്ങളും അവിടെ ഒരുങ്ങിയിരുന്നു. നദിയിൽ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിവേഗ രക്ഷാപ്രവർത്തനം നടത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. നദിയിൽ പതിച്ച വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ അതിവേഗം തന്നെ രക്ഷാപ്രവർത്തകർ പുറത്തെത്തിക്കുകയാണ്. വിമാനത്തിൻ്റെ ജനാലയിലൂടെയും മറ്റും യാത്രക്കാർ പുറത്തേക്കെത്തുന്നു. എന്നാൽ ഈ സമയം തുറക്കാൻ പാടില്ലാത്ത ഒരു ജനാല ഒരാൾ തുറക്കുകയാണ്. അധികമായി ജലം വിമാനത്തിനുള്ളിലേക്ക് എത്തുകയാണ്. രക്ഷാപ്രവർത്തനം വീണ്ടും ദുർഘടമായി മാറുന്നു. എന്നിരുന്നാൽ തന്നെയും വെറും 4 മിനിറ്റ് കൊണ്ട് രക്ഷാപ്രവർത്തകർ മുഴുവൻ ആൾക്കാരെയും ഈ വിമാനത്തിൽ നിന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. 100ഓളം പേർക്ക് ചെറിയ ചെറിയ പരിക്കുകൾ ഏറ്റിരുന്നു. എന്നാലും വിമാനത്തിനുള്ളിൽ മുഴുവൻ പേരെയും ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചു എന്നതായിരുന്നു ഈ സംഭവത്തിലെ മിറാക്കിൾ. നല്ല ഒഴുക്കുള്ള ഹഡ്സൺ നദിയിലെ അതിസാഹസികമായി യാത്രക്കാർക്ക് അപകടമൊന്നും ഇല്ലാത്ത വിമാനം ഇറക്കിയ പൈലറ്റിനെ അന്ന് ലോകം ഒന്നടങ്കം വാനോളം പുകഴ്ത്തി. പൈലറ്റിൻ്റെ മനസാന്നിധ്യവും ധീരതയുമാണ് ആർക്കും അപകടമില്ലാതെ വിമാനം നദിയിലേക്ക് ഇറക്കാൻ സഹായിച്ചതെന്നും എല്ലാവരും പറഞ്ഞു. ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടും അവിശ്വസനീയത എല്ലാ കണ്ണുകളിലും നിഴലിച്ചിരുന്നു. പൈലറ്റിൻ്റെ ധീരതയെ എത്ര അഭിനന്ദിച്ചാലും മതിയായില്ലെന്നാണ് മിക്കവരും പറഞ്ഞത്. വിമാനത്തിലുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞിന് പോലും അസ്വസ്ഥതയൊന്നുമില്ലെന്ന് അധികൃതർ അറിയിച്ചപ്പോൾ പൈലറ്റിൻ്റെ ധീരതയ്ക്ക് മുന്നിൽ ലോകം കൈകൂപ്പുകയായിരുന്നു. പിന്നീട് സള്ളി ദ മിറക്കിൾസ് ഓൺ ദി ഹഡ്സൺ എന്ന പേരിൽ ഈ സിനിമ ഇറങ്ങുകയാണ്. അതായത് ഈ സംഭവത്തെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു സിനിമ പുറത്തിറങ്ങുകയാണ്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് ആ സാഹചര്യം മനസ്സിലാകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭീതി ഉണ്ടാവും. അന്ന് ഈ 155 യാത്രക്കാരും ഈ ഭീതിതമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഹഡ്സണിലെ ആ മരവിപ്പ് നമ്മളിലേക്ക് എത്തും. ഹഡ്സൺ നദിയിൽ ലാൻഡ് ചെയ്യേണ്ടി വന്ന അപകടത്തിന് കാരണം വിമാനത്തിൻ്റെ എഞ്ചിനുകൾക്ക് നേരെയുണ്ടായിരുന്ന തകരാറാണെന്നും പിന്നീട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപകടത്തിന് 2 ദിവസം മുമ്പ്, അതായത് ജനുവരി 13-ന് ഇതേ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് 20 മിനിറ്റിനുള്ളിൽ വലത്തെ എഞ്ചിനിൽ തകരാറുണ്ടായി എന്നും പിറ്റേന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എഞ്ചിനുകൾ നിലയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് യാത്രക്കാർക്ക് ഒരു വലിയ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ജനുവരി 13-ന് സംഭവിച്ചതുപോലെ തന്നെ, എന്നാൽ അത് പക്ഷികളുമായി കൂട്ടിയിടിച്ചതാവുമെന്ന നിഗമനത്തിലാണ് എല്ലാവരും എത്തിയത്. എഞ്ചിൻ കംപ്രഷൻ സ്റ്റാളിൻ്റെ ആദ്യ ലക്ഷണം വൻ ശബ്ദമാണ്.
ശബ്ദമുണ്ടായ ശേഷം വിമാന ഇന്ധനത്തിൻ്റെ മണം പരന്നു എന്നത് മാത്രമാണ് യാത്രക്കാരും പൈലറ്റ് ഉൾപ്പെടെയുള്ള വിമാന ജീവനക്കാരും ആദ്യ ദിവസം പറഞ്ഞിരുന്നത്. എന്നാൽ 2 ദിവസത്തിന് ശേഷം മാത്രമാണ് പക്ഷി കരിഞ്ഞതിൻ്റെ മണം ഉയർന്നുവെന്ന് പൈലറ്റ് പറഞ്ഞു തുടങ്ങിയത്. ഇതേറെ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്കെല്ലാം അപ്പുറം ആ മിറാക്കിളിനെ കുറിച്ച്, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ ധീരമായ ചിന്താഗതിയെക്കുറിച്ച്, അർപ്പണബോധത്തെക്കുറിച്ച്, അതൊക്കെയാണ് അവിടെ ചർച്ചയായി മാറിയത്. ഏതായാലും പറന്നുയർന്ന് ആകാശത്തെത്തിയ വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും തകർന്ന സാഹചര്യത്തിൽ ഒരു വലിയ ആകാശ ദുരന്തം തന്നെ ഉണ്ടാവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവിടെ ഒരു വലിയ അത്ഭുതകരമായ രക്ഷപ്പെടൽ ഉണ്ടാവുകയാണ്. 155 യാത്രക്കാരും രക്ഷപ്പെടുകയാണ്. അതെ, ദ മിറാക്കിൾസ് ഹാപ്പൻസ്.